ബാക്കിലെ പില്ലിയൻ സീറ്റൊക്കെ വെറുതെ. നമുക്ക് അത്യാവശ്യം ഒരു ഫൺ ബൈക്കായിട്ട് പൊളിച്ച് നടക്കാം. നമ്മുടെ നാട്ടിലാണ്, വില്ലേജിലാണ്, നമ്മുടെ ചെറിയ ഏരിയയിലൊക്കെ നൈസ് പെട്രോളൊക്കെ അടിച്ച് വൈകുന്നേരം റൗണ്ടൊക്കെ അടിക്കാനൊക്കെ എടുത്ത് ചെറിയ ഓഫ് റോഡൊക്കെ ചെയ്ത് ഹാപ്പി ആയിട്ട് അങ്ങനെ ജീവിക്കാം. കുക്ക ഞാൻ മറ്റേ വണ്ടി ഓടിച്ച് നോക്കിയായിരുന്നു, 2 ടണ്ണില്ലേ, അടിപൊളി വണ്ടിയാണ്. ആ വണ്ടിക്ക് കുറേ കംപ്ലൈൻ്റ് ഒക്കെ ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷേ അത് ഓടിക്കുമ്പോൾ അതൊരു പ്രത്യേക രസമാണ്. ഈ വണ്ടി ഓടിച്ചെന്ന് പറയാൻ പറ്റില്ല, പ്രത്യേക ഒരു റിഫൈൻമെൻറ്റും ഒരു സ്റ്റെബിലിറ്റിയും. പക്ഷെ അത് ടൂറിങ്ങിനൊക്കെ ഓക്കെയാണ്. ഇതേപോലത്തെ ഓഫ് റോഡിനൊക്കെ കയറാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിയും കൊണ്ട് ഇപ്പം നമ്മൾ കണ്ട ആ ഹൈറ്റ് അടിപൊളിയായിട്ട് കയറാൻ പറ്റും. പക്ഷെ നല്ല ഒരാളായിരിക്കണം ഓടിക്കണത്. പക്ഷേ മറ്റേ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ കനം കൊണ്ട് ചിലപ്പോൾ ഡ്രോപ്പ് ചെയ്ത് അതിൻ്റെ പാർട്സ് ഒടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതിൻ്റെ വെയിറ്റ് കൊണ്ട്. ഇതിനൊന്നും വലിയ വെയിറ്റ് ഇല്ലാത്ത കാരണം ഡ്രോപ്പ് ചെയ്യുക, പിക്ക് ചെയ്യുക, മൂവ് ചെയ്യുക, അങ്ങനത്തെ ഒരു മൂഡാണിത്. കൈനോസിൻ്റെ അടുത്തൊന്നും വീണിട്ടൊന്നും പറ്റിയില്ല കേട്ടോ. ക്രാഷ് ഗാർഡ് ഇല്ല, പക്ഷേ ഈ പില്ലിയൻ ഫുഡ് പ്ലഗ് ഇല്ലേ, അതൊരു ക്രാഷ് ഗാർഡ് പോലെ വർക്ക് ചെയ്യും. സെറ്റാണ്. പിന്നെ മീറ്റർ ക്ലസ്റ്ററിലൊക്കെ ശോകമാണ് കേട്ടോ. ശോകമല്ല, അങ്ങനെ സാധാരണ മീറ്റർ ക്ലസ്റ്ററിൻ്റെ ആവശ്യമില്ല ട്രെയിൽ പോണ വണ്ടിക്ക്. പുറത്തൊക്കെ മറ്റേ രീതിക്കാണ് കണക്ക് കൂട്ടുന്നത്. അതായത് ഹവേഴ്സ് എന്ന് പറയുന്നത് രസമുണ്ട്. ഇപ്പം ചില വണ്ടികളൊക്കെ വിൽക്കാണ്ടുമ്പോഴേക്ക് ഞാൻ കണ്ടിട്ടുണ്ട് 10 hours 100 hours എന്നൊക്കെ പറയും. ഇതിപ്പോൾ കിലോമീറ്റർ ആണ് കേട്ടോ. ഇതിപ്പോൾ 716 കിലോമീറ്ററായി മൊത്തം. വണ്ടി എടുത്തിട്ട് 714 കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്. 1000 കിലോമീറ്ററിൻ്റെ സർവീസാണ്. സർവീസിനൊക്കെ അത്യാവശ്യം കാശുണ്ടെന്നാണ് പറഞ്ഞത്. ഓക്കെയാണ്.